ഈ ശബരിമല സ്വർണ്ണക്കൊള്ള സർക്കാരിനെതിരെ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. ഇന്ന് സഭയിലും നമ്മൾ കണ്ടു. അയ്യന്റെ സ്വർണം കട്ടവർക്ക് മാപ്പില്ല എന്നാണ് പ്രതിപക്ഷവാദം. നിയമസഭാ കവാടത്തിൽ സത്യാഗ്രഹ സമരമടക്കം സംഘടിപ്പിച്ചാണ് സമ്മേളന കാലയളവിൽ സ്വർണ്ണക്കൊള്ള പ്രതിപക്ഷം ആയുധമാക്കുന്നത്. എന്നാൽ സോണിയാഗാന്ധിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രം ഉയർത്തിപ്പിടിച്ചാണ് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ പ്രതിരോധം. റോഷിബാൽ ചേരുന്നു. റോഷിബാൽ, ഇന്ന് സഭയിൽ തന്നെ കണ്ടു സഭാ കവാടത്തിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ഈ MLA-മാരുടെ സത്യാഗ്രഹ സമരം തുടരുമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. പക്ഷെ അപ്പോഴും സർക്കാർ പ്രതിരോധിക്കുന്നത് ഒരു ചിത്രം ഉയർത്തിക്കാട്ടി സോണിയാഗാന്ധിക്കൊപ്പം പോറ്റി നിൽക്കുന്ന ഒരു ചിത്രം ഉയർത്തുന്നുണ്ടെങ്കിലും ഈ വിഷയം സഭയിലടക്കം ഇങ്ങനെ ഉന്നയിക്കപ്പെടുമ്പോൾ അതിലെന്താണ് പ്രതിപക്ഷത്തിന്റെ നീക്കം? ഇനി തുടർ ദിവസങ്ങളിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? സർക്കാർ എങ്ങനെ പ്രതിരോധിക്കും? റോഷി, സഭാ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട തുടർ ദിവസങ്ങളിൽ ഏതു തരത്തിലുള്ള പ്രതിഷേധമായിരിക്കും സ്വീകരിക്കുക എന്ന് പ്രഖ്യാപിച്ചതാണ് പ്രതിപക്ഷം. അങ്ങനെയാണ് ആദ്യ ദിവസം തന്നെ 2 MLA-മാർ സഭാ മന്ദിരത്തിൽ, സഭാ കവാടത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം നടത്തിയത്. ഇടവേളയിൽ അവർ സത്യാഗ്രഹം അവസാനിപ്പിച്ചെങ്കിലും ഇന്ന് ഇടവേളയ്ക്ക് ശേഷം സഭ ചേരുമ്പോൾ ആദ്യ ദിവസം തന്നെ വീണ്ടും 2 പുതിയ MLA-മാർ, അത് IC ബാലകൃഷ്ണനും AK അഷ്റഫും അനിശ്ചിതകാല സത്യാഗ്രഹ സമരം തുടങ്ങുന്നു. അത് അവർ സമരം നടത്തുമ്പോൾ ഈ വിഷയം സഭയ്ക്കകത്ത് ശക്തിയുക്തം ഉയർത്തുകയാണ് പ്രതിപക്ഷ നേതാവടക്കം. കാരണം മന്ത്രി VN വാസവൻ രാജിവെക്കാതെ പ്രതിപക്ഷം പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നാണ് പറയുന്നത്. ദേവസ്വം മന്ത്രിക്ക് വലിയ പങ്കുണ്ട്. കാരണം ഈ കൊള്ളക്കാരെ ദേവസ്വം മന്ത്രി VN വാസവൻ സംരക്ഷിച്ചു എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. ആരോപണത്തിന് അവർ പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം തന്നെ സർക്കാർ ഭരണപക്ഷം ഇതിനെ പ്രതിരോധിക്കുന്നത് സോണിയാഗാന്ധിയുടെ അടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മറ്റു പ്രതികളും എത്തിയതെങ്ങനെ എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. ഏറ്റവും സുരക്ഷിതമായ ആ ഇടത്തേക്ക് ഇവർക്ക് എങ്ങനെ പ്രവേശനം ലഭിച്ചു? എങ്ങനെയാണ് അവർ അവിടെ എത്തുന്നത്? UDF-ന്റെ കൺവീനർ അടൂർ പ്രകാശ് അടക്കമുള്ളവർ ഒപ്പം ഉണ്ടായിരുന്നു. അതിനുള്ള ഉത്തരം നൽകാൻ വേണ്ടിയാണ് കോൺഗ്രസിനോട് അല്ലെങ്കിൽ UDF നേതാക്കളോട് ഭരണപക്ഷം ആവശ്യപ്പെടുന്നത്. അങ്ങനെ അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുക. അതിനപ്പുറത്തേക്ക് അന്വേഷണം നടത്തുന്നത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ്. സർക്കാരിന് ഈ അന്വേഷണത്തിൽ കൈകടത്താൻ കഴിയില്ല. ഹൈക്കോടതിക്കെതിരെയാണ് ഇപ്പോൾ UDF സമരം നടത്തുന്നത് എന്നുകൂടി ഭരണപക്ഷം അങ്ങനെ ഒരു ആരോപണം കൂടി, വിമർശനം കൂടി ഉയർത്തുന്നുണ്ട്. റോഷി, റോഷിബാലാണ് വിശദാംശങ്ങൾ നൽകിയത്. സഭാ കവാടത്തിൽ പ്രതിഷേധമായും MLA-മാരുടെ സത്യഗ്രഹമായും സഭയ്ക്കകത്ത് മുദ്രാവാക്യങ്ങളായും ഒക്കെ പ്രതിപക്ഷം ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. തെരഞ്ഞെടുപ്പാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ സർക്കാർ പ്രതിരോധിക്കുന്നത് ഇതിൽ UDF-ൽ നിന്നുള്ള നേതാക്കളും പോറ്റിമാരും തമ്മിലുള്ള ചിത്രങ്ങളൊക്കെ ഉയർത്തിക്കാട്ടിയാണെങ്കിലും ഈ വിഷയം വലിയ രീതിയിൽ തന്നെ കേരളം ഇനിയുള്ള ദിവസങ്ങളിലും ചർച്ച ചെയ്യാൻ പോകുന്നതാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന്റെ വലിയ ആരോപണം എന്ന് പറയുന്നത് ഇപ്പോൾ യാഥാർത്ഥ്യമാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ പ്രതികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രതിപക്ഷത്തിന്റെ വലിയ ആരോപണമായിരുന്നു.